1982 കുറുക്കൻ്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നയാളാണ് സത്യൻ അന്തിക്കാട്. കാലങ്ങൾക്കിപ്പുറവും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി നിലനിൽക്കുകയാണ് അദ്ദേഹം. പ്രേക്ഷകരുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് സത്യൻ അന്തിക്കാട് എന്നും ഒരുക്കിയിട്ടുള്ളത്. നാടോടിക്കാറ്റ്, വരവേൽപ്പ്, സന്ദേശം തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളുടെ അമരക്കാരനാണ് സത്യൻ അന്തിക്കാട്. ദിലീപിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് വിനോദയാത്ര. ചിത്രത്തിൽ നായികയായി എത്തിയത് മീര ജാസ്മിൻ ആയിരുന്നു. എന്നാൽ ചിത്രത്തിലേക്ക് ആദ്യം താൻ മനസ്സിൽ കണ്ടത് മറ്റൊരു നായികയായിരുന്നു. ആ നായിക തമിഴിൽ നന്നായിരുന്നു എന്നും മുമ്പ് അധികം അഭിനയിച്ച എക്സ്പീരിയൻസ് ആ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. പലപ്പോഴും തൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ടെന്നും അതുകൊണ്ടാണ് ആ സിനിമക്കായി ചെന്നൈയിൽ നിന്നും ഒരു പുതിയ നായികയെ കൊണ്ടുവന്നതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. നയൻതാര, അസിൻ തുടങ്ങിയ നായികമാരെ കൊണ്ടുവന്നത് അങ്ങനെയായിരുന്നെന്നും അവരെല്ലാം വലിയ നിലയിലെത്തിയെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. ഒരു പുതിയ നടിയെ കൊണ്ടുവന്ന് 2-3 ദിവസം സെറ്റിൽ നിർത്തി എല്ലാത്തിനോടും അറ്റാച്ചാക്കിയ ശേഷമാണ് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതെന്നും അതാണ് തൻ്റെ രീതിയെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. എന്നാൽ ആ നടിക്ക് 2 ദിവസമായപ്പോഴേക്കും ബോറടിച്ചെന്നും ഷൂട്ട് ചെയ്യാൻ നിർബന്ധിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ എത്ര ടേക്ക് എടുത്തിട്ടും ആ നടിയുടെ മുഖത്ത് ഭാവങ്ങളൊന്നും വന്നില്ലെന്നും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഒടുവിൽ ആ നടിയെ താൻ പറഞ്ഞു വിട്ടെന്നും ആവേശം ചെയ്യാൻ മീര ജാസ്മിനെ വിളിച്ച് അപേക്ഷിച്ചെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. വിനോദയാത്രയിൽ ആദ്യം മീര ജാസ്മിൻ അല്ലായിരുന്നു നായിക, വേറൊരു തമിഴ് നടിയായിരുന്നു എൻ്റെ മനസ്സിൽ. മുമ്പ് അഭിനയിച്ച വലിയ എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ലായിരുന്നു. എൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. അതായത് ആരെ കിട്ടിയാലും അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ചിന്ത. നയൻതാരയും അസിനെയും സംയുക്ത വർമ്മയും ഒക്കെ കിട്ടിയത് അങ്ങനെയാണ്. അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് ചെന്നൈയിൽ നിന്നും ആ നടിയെ ഞാൻ വിളിച്ചത്. എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 2-3 ദിവസം സെറ്റിൽ കൊണ്ടുവന്ന് വെറുതെ നിർത്തും. ആ ഒരു അന്തരീക്ഷമായി സെറ്റാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആ നടിക്ക് തീരെ ക്ഷമയില്ലായിരുന്നു. 2ാമത്തെ ദിവസമായപ്പോൾ ഷൂട്ട് എപ്പോൾ തുടങ്ങുമെന്നൊരു ചോദ്യം തുടങ്ങി. അങ്ങനെ ആ നടിയെ വെച്ച് ഷൂട്ട് തുടങ്ങി. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവരുടെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല. എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ വലിയൊരു അടിയായിരുന്നു. ഒടുവിൽ അവരെ പറഞ്ഞു വിട്ടു. പിന്നീട് മീര ജാസ്മിനെ വിളിച്ച് എൻ്റെ അവസ്ഥയൊക്കെ വിശദീകരിച്ചു. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മീര ആ സിനിമയിലേക്ക് വന്നത്.